നിയോഗത്താലി. ഹലോ ആന്റി. കുഞ്ഞു ചെറുക്കന്റെ ശബ്ദമാണ് ശ്രീനന്ദയുടെ കാതിലേക്ക് ആദ്യമേ വന്ന് പതിച്ചത്. ആന്റി അച്ഛനും എവിടാ? വീടെത്താറായോ? ആര്യൻകുട്ടൻ ചിണുങ്ങി ചിണുങ്ങി ചോദിച്ചപ്പോ ശ്രീനന്ദയ്ക്ക് ചിരി വന്നു പോയി. ആന്റിയൊക്കെ ഉടനെ തന്നെ വീടെത്തും കേട്ടോ. വരുമ്പോ ആര്യൻകുട്ടന് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് വരാമേ. ശ്രീനന്ദ അതും കൂടി പറഞ്ഞതോടെ ആര്യന് സന്തോഷമായി. ഇന്ദിര പതിയെ അവന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി. എന്റെ മോളെ ഒന്നും പറയണ്ട. എത്ര നേരം കൊണ്ട് ഒരുത്തൻ ഇവിടെ പുറത്തിറങ്ങി നിൽക്കുവാണെന്നറിയോ? ആന്റി അച്ഛനും വരുമെന്നും പറഞ്ഞ്. എനിക്കാണെങ്കിലേ സ്വസ്ഥത തന്നിട്ടില്ല. നിങ്ങൾ പോയപ്പോ മുതല്. നിങ്ങൾ എപ്പോ വരൂ എന്ന് ചോദിച്ച് ഒരേ നിൽപ്പാണിവിടെ. ഇന്ദിര പറയുന്നത് കേട്ടപ്പോ ശ്രീനന്ദ ചിരിയോടെ അഥർവിനെ നോക്കി. ഫോൺ സ്പീക്കറിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അവനും അതെല്ലാം കൃത്യമായി കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ മോളെ, ഓണം ഇങ്ങ് എത്താറായില്ലേ? തിരുവാതിര കളിക്കുള്ള സെറ്റുമുണ്ടിന്റെ ഫോട്ടോ ഉഷ എനിക്ക് അയച്ചു തന്നു. നിങ്ങൾ വരും വഴി സിറ്റി കയറി അതുകൂടി മേടിച്ചിട്ട് വരാമോ? ഇന്ദിര ചോദിച്ചപ്പോൾ ശ്രീനന്ദ അഥർവിന്റെ മുഖത്തേക്ക് നോക്കി. അതിന് മറുപടി പറഞ്ഞത് അഥർവായിരുന്നു. അമ്മേ, അത് നാളെയോ മറ്റന്നാളോ പോയി ഞങ്ങൾ രണ്ടുപേരും കൂടി വാങ്ങിയിട്ട് വരാം. ഇന്നിപ്പോ ഞങ്ങൾ വേറെ എങ്ങും കയറുന്നില്ല. ശ്രീനന്ദയ്ക്ക് വല്ലാത്തൊരു തലവേദനയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കാ വരുന്നത്. ആണോ? അയ്യോ, എന്തുപറ്റി മോളെ പെട്ടെന്ന് തലവേദന വരാൻ? ഇവിടുന്ന് പോകുമ്പോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ? ഇന്ദിര ആവലാതിയോട് ചോദിച്ചു. ഏയ്, അതൊന്നും ഇല്ലമ്മേ. എനിക്ക് തോന്നുന്നു ഇത്രയും നേരം ട്രാവൽ ചെയ്തതിന്റെ ആയിരിക്കുമെന്ന്. അഥർവ് പെട്ടെന്ന് തന്നെ ആ വിഷയം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. ആണോ? ഈ ഉച്ച കഴിഞ്ഞുള്ള വെയിൽ കൊള്ളുമ്പോ ചിലപ്പോഴങ്ങനെയാ. തലയൊക്കെ വേദനിക്കും. സാരമില്ല, നിങ്ങൾ വരുന്ന വഴിക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്ക്. ഇന്ദിര പറഞ്ഞതും ശ്രീനന്ദ അതിനെ എതിർത്തു. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ. ശ്രീനന്ദ ഇന്ദിരയോട് മറുപടി പറഞ്ഞു. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്. രണ്ടുപേരും കൂടി നേരെ ഇങ്ങ് വാ. വന്ന് കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുക്ക്. അന്നേരം ശരിയായിക്കോളും. ശ്രീനന്ദയോട് അതും പറഞ്ഞുകൊണ്ട് ഇന്ദിര ഫോൺ കട്ട് ചെയ്തു. ശ്രീനന്ദ ആശ്വാസത്തോടെ സീറ്റിലേക്ക് ചാരിക്കിടന്നു. എന്തിനാ അമ്മയോട് എനിക്ക് തലവേദനയാണെന്ന് കള്ളം പറഞ്ഞേ? ഫോൺ വെച്ച് കഴിഞ്ഞ ശേഷം ശ്രീനന്ദ അഥർവിനോട് ചോദിച്ചു. അതുകൊള്ളാം. ഇനിയിപ്പോ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്തായാലും വീടെത്തും. തന്റെ ഈ മുഖം കണ്ടാൽ അമ്മയ്ക്ക് എന്തായാലും ഒരു പന്തികേട് തോന്നും. അപ്പ കിടന്ന് ബുദ്ധിമുട്ടുന്നതിലും നല്ലതല്ലേ ഇപ്പോഴേ പറഞ്ഞു വെക്കുന്നത്. അഥർവ് ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞതും ശ്രീനന്ദ കൈയുയർത്തി അവനെയൊന്നു നുള്ളി. പിന്നെ പെട്ടെന്ന് എന്തോ അബദ്ധം പറ്റിയതുപോലെ തിരിഞ്ഞിരുന്ന് കളഞ്ഞു. അവളുടെ ആ പ്രവൃത്തി അവനിൽ ഒരു ചിരി വിടർത്തി. ഏകദേശം 1/2 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രീനന്ദ ചെറുതായിട്ടൊന്ന് മയങ്ങി തുടങ്ങിയിരുന്നു. അഥർവ് മെല്ലെ അവളുടെ കയ്യിൽ തട്ടി വിളിച്ചു. നന്ദി, നമുക്കൊരു കോഫി കുടിച്ചിട്ട് പോയാലോ? പോകാം. ശ്രീനന്ദ ഉറക്കച്ചടവോടെ തന്നെ തലയാട്ടി. അഥർവ് പോകുന്ന വഴിക്ക് കണ്ട നല്ലൊരു കോഫി ഷോപ്പിന് മുന്നിലേക്ക് വണ്ടി ചേർത്ത് നിർത്തി. ഒരു കോഫിക്ക് ഓർഡർ കൊടുത്ത് ഇരുവരും ഒരു ടേബിളിന്റെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുകയാണ്. ടേബിളിൽ ഇരുന്ന ശ്രീനന്ദയുടെ കയ്യിലേക്ക് അഥർവ് മെല്ലെ വിരൽ തൊട്ടു. പെട്ടെന്നായതുകൊണ്ട് തന്നെ അവളൊരു ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ ആ കൈപ്പത്തി മുഴുവനും അവന്റെ കൈക്കുള്ളിലാക്കി പൊതിഞ്ഞു പിടിച്ചു. അവളെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്നതുപോലെ. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. വെറുതെ അവളുടെ കണ്ണിലേക്ക് നോക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ നോട്ടം നേരിടാനാവാതെ ശ്രീനന്ദ മിഴികൾ താഴ്ത്തിക്കളഞ്ഞു. അതേസമയമാണ് വെയിറ്റർ അവർക്ക് മുമ്പിലേക്ക് കോഫി കൊണ്ടുവന്നു വെച്ചത്. ശേഷം അവരിരുവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ അകന്നു മാറി. അഥർവ് മെല്ലെ അവളുടെ കയ്യിലെ പിടുത്തു അഴിച്ചു. തനിക്കെന്താ കഴിക്കാൻ വേണ്ടത്? അഥർവ് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട എന്ന അർത്ഥത്തിൽ ശ്രീനന്ദ തലവെട്ടിച്ചു. അത് പറ്റില്ല. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് എന്തോ കഴിച്ചിട്ട് ഇറങ്ങിയതല്ലേ. എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. അഥർവ് നിർബന്ധം പിടിച്ചതും ഒടുക്കം അവൾ ഒരു കട്ട്ലറ്റ് മാത്രം വാങ്ങി. ഓയിലി ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ അഥർവ് വെറും ഒരു കോഫി മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കോഫി സിപ്പ് ചെയ്തുകൊണ്ട് അഥർവ് താടിക്ക് കൈയും കൊടുത്ത് ശ്രീനന്ദയെ തന്നെ നോക്കിയിരുന്നു. എന്തോ അവന്റെ ആ നോട്ടം അവളിൽ ഒരു വല്ലായ്മ പടർത്തി. നാണത്തോടെ മുഖം കുനിച്ച് ശ്രീനന്ദ കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് അവരിരുവരും പതിയെ ആ ഷോപ്പിൽ നിന്നും പുറത്തേക്കിറങ്ങി. പിന്നെ നേരെ വീട്ടിലേക്ക്. ശ്രീനന്ദയ്ക്കെന്തോ ആര്യൻകുട്ടനെ കാണാൻ അവളുടെ ഉള്ളം വല്ലാതെ തുടിച്ചു.
വീട്ടിലേക്ക് ഇനിയും ബാക്കിയുള്ള അരമണിക്കൂർ അവൾക്കൊരു 5 മണിക്കൂർ പോലെ തോന്നിച്ചു. മകനെ തനിച്ചു വിട്ടിട്ട് ഒരുപാട് ദൂരം പോയി മടങ്ങി വരുന്ന ഒരു അമ്മയുടെ വ്യതയായിരുന്നു അവൾക്ക് ആ സമയം. ഇന്ദിര പറഞ്ഞതുപോലെ തന്നെ ഉമ്മറത്ത് വഴിക്കണ്ണുമായി ആര്യൻകുട്ടനുണ്ടായിരുന്നു. അവരുടെ കാറ് പോർച്ചിലേക്ക് കയറിയതും ആര്യൻകുട്ടൻ ഓടി പുറത്തേക്ക് ഇറങ്ങി വന്നു. കാറിൽ നിന്നിറങ്ങി ശ്രീനന്ദ അവനെ വാരിയെടുത്തുകൊണ്ട് തെരെ തെരെ ചുംബിച്ചു. ഇന്ദിരയും അഥർവും നിറഞ്ഞ പുഞ്ചിരിയോടെ ആ കാഴ്ച നോക്കിക്കണ്ടു. ആര്യൻകുട്ട, ഇങ്ങോട്ട് ഇറങ്ങ്, ആന്റിക്ക് ഒന്നാമത് വയ്യാത്തതാ. അച്ഛമ്മ പറഞ്ഞതല്ലേ ആന്റിക്ക് ഹെഡേക്ക് ആണെന്ന്. പെട്ടെന്ന് ഇന്ദിരയുടെ വായിൽ നിന്നും അത് കേട്ടതും ആര്യൻ ശ്രീനന്ദയുടെ കയ്യിൽ നിന്ന് ഞൂന്ന് താഴേക്കിറങ്ങി. സോറി ആന്റി, ഞാൻ മറന്നുപോയി. അവൻ വലിയ കുട്ടികളെപ്പോലെ പക്വത കാണിച്ചുകൊണ്ട് പറഞ്ഞതും ശ്രീനന്ദ നിലത്ത് നിന്ന് അവനെ വാരിയെടുത്ത് അവളുടെ ഒക്കത്തേക്ക് വെച്ചു. ശേഷം ഇടങ്കണ്ണിട്ട് ഒന്ന് അഥർവിനെ നോക്കി. അകത്തേക്ക് കയറിയ ശ്രീനന്ദ ആര്യനെയും കൊണ്ട് നേരെ ലിവിംഗ് റൂമിലേക്ക് ചെന്നിരുന്നു. പിന്നെ ആര്യനു വേണ്ടി വാങ്ങിയ ചോക്ലേറ്റ്സ് അവൻ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. നിമി നേരം കൊണ്ട് ആ കുഞ്ഞു മുഖത്ത് സന്തോഷം നിറഞ്ഞു കവിഞ്ഞു. താങ്ക് യു ആന്റി. ശ്രീനന്ദ ഇറുക്കി പുണർന്നുകൊണ്ട് ആര്യൻകുട്ടൻ അവളുടെ കവിളിലേക്ക് ചുണ്ടു ചേർത്തു. അഥർവിന് പിന്നാലെ അകത്തേക്ക് കയറി വന്ന ഇന്ദിര ആ കാഴ്ച കൂടി കണ്ടതോടെ നിറചിരിയോടെ അവൾക്കടുത്തേക്ക് ചെന്നു. ആര്യൻകുട്ട, ഒരു മുത്തം അച്ചമ്മയ്ക്കുതാ. അവർ കവിൾ താഴ്ത്തി ആര്യന്റെ അടുത്തേക്ക് താഴ്ത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഉമ്മ. അവൻ ഇന്ദിരയുടെ കവിളിലും ഒന്ന് മുത്തിവിട്ടു. ദേ, അങ്ങനാണെങ്കിൽ അച്ഛൻ പിണങ്ങൂട്ടോ, അച്ഛനും വേണം മുത്തം. അഥർവത് പറഞ്ഞപ്പോ ആര്യൻ അഥർവിന്റെ കയ്യിലേക്ക് ചാടിച്ചെന്നു. ശേഷം അവന്റെ ഒക്കത്തിരുന്നു കൊണ്ട് തന്നെ അവന്റെ ഇരു കവിളിലും മാറി മാറി മുത്തം വെച്ചു. ആ സമയം അഥർവിന്റെ നോട്ടം ശ്രീനന്ദയിലേക്ക് പാളി വീണു. അവന്റെ കണ്ണിൽ ഒരു പ്രത്യേക പാവമായിരുന്നു അപ്പോൾ. ആ നോട്ടം നേരിടാനാവാതെ ശ്രീനന്ദ മുഖം താഴ്ത്തി കളഞ്ഞു. അമ്മേ, ഞാൻ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാമേ. അഥർവിന് മുഖം കൊടുക്കാതെ ശ്രീനന്ദ നേരെ മുകളിലേക്ക് നടന്നു. മോനെ, നീ ചെന്ന് വേഷമൊക്കെ മാറ്റിയിട്ട് വാ. ഒരു ദീർഘദൂര യാത്ര കഴിഞ്ഞ് വന്നതല്ലേ രണ്ടാളും. ഇന്ദിര പറഞ്ഞതോടെ അഥർവ് ആര്യനെ സോഫയിലേക്ക് ഇരുത്തി കാർട്ടൂൺ ചാനൽ വെച്ചു കൊടുത്തു. റിമോട്ടും അവന്റെ അടുത്ത് തന്നെ വെച്ച ശേഷം മുകളിലേക്ക് നടന്നു. രണ്ടുപേരും വേഗം പോയി ഫ്രഷ് ആയിട്ടും ഞാൻ അപ്പോഴേക്കും കോഫി എടുക്കാം. മോൾക്ക് തലവേദന ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? നല്ലൊരു കോഫി കുടിച്ചാൽ ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാകും. ഇന്ദിര അതും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നപ്പോൾ മറുപടിയായി ഒന്ന് മൂളിക്കൊണ്ട് അഥർവ് മുകളിലേക്ക് നടന്നു. ശ്രീനന്ദ നേരെ ഓടിപ്പോയത് അവളുടെ മുറിയിലേക്കാണ്. ഇന്ന് സംഭവിച്ച ഓരോ കാര്യങ്ങളും ഓർത്തെടുത്തുകൊണ്ട് ജനലഴികളിൽ വിരൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പുറത്തെ ഗാർഡനിലേക്ക് നോക്കി നിന്നു. ആദ്യമൊക്കെ അമ്മാവിന്റെ വീട്ടിൽ വെച്ച് നടന്ന സംഭവങ്ങൾ ഓർമ്മ വന്നപ്പോ അവളുടെ നെറ്റി ചുളിഞ്ഞെങ്കിലും പക്ഷെ അതിനുശേഷം കാറിൽ തിരികെ വന്നപ്പോൾ അഥർവും അവളും തമ്മിലുണ്ടായ കുറേയേറെ നല്ല നിമിഷങ്ങൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അറിയാതെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരുന്നെത്തി. പെട്ടെന്നാണ് തന്റെ മുറിയുടെ ഡോർ അടയുന്ന ശബ്ദം ശ്രീനന്ദ കേട്ടത്. ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഡോറ് ചേർത്തടച്ച് വാതിൽ കുറ്റിയിട്ടുകൊണ്ട് അവൾക്കടുത്തേക്ക് നടന്നു വരുന്ന അഥർവിനെയാണ്. അറിയാതെ ഉമിനീരിറക്കിപ്പോയി ശ്രീനന്ദ. അവളുടെ കണ്ണുകൾ റൂമിന്റെ നാലുപാടും ചുറ്റി. എന്താ നോക്കുന്നത്? രക്ഷപ്പെടാൻ വഴി എന്തെങ്കിലും ഉണ്ടോന്നാണോ? തനിക്കിതാ ഈ ഒരൊറ്റ വഴിയുള്ളൂ. ഇരു കൈയും അവൾക്ക് നേരെ വിടർത്തിക്കൊണ്ട് അഥർവ് പറയവേ ശ്രീനന്ദയുടെ മുഖം ചുവന്നു തൊടുത്തു. അവൻ മെല്ലെ അവൾക്കടുത്തേക്ക് ഓരോ അടി വെച്ചതും ശ്രീനന്ദ പതിയെ പതിയെ പിന്നോട്ട് നടന്നു ചെന്ന് ചുവരിൽ തട്ടി അങ്ങനെ നിന്നു. അഥർവ് തനിക്ക് തൊട്ടടുത്തുണ്ടെന്നറിഞ്ഞതും ഇരു കണ്ണുകളും ഇറുക്കി അടച്ചുകൊണ്ട് അവൾ മുഖം വിറയ്ക്കുന്ന ആദരങ്ങളോടെ നിന്നു. അഥർവ് ഒരു കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് തന്റെ ഉടലിനോട് ചേർത്ത് നിർത്തി. പിന്നെ മെല്ലെ കുനിഞ്ഞു പോയ അവളുടെ മുഖം വിരൽ തുമ്പുകൊണ്ടുയർത്തി. എന്തു പറ്റി? എന്റെ നന്ദപ്പെണ്ണിന് നാണം വന്നു? പതിഞ്ഞ സ്വരത്തിൽ അഥർവ് ചോദിച്ചതും അവൾ മറുത്തൊന്നും ചിന്തിക്കാതെ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവനെ ഇറുക്കി പുണർന്നു കളഞ്ഞു. ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ശ്രീനന്ദയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാകുമെന്ന് അഥർവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല. സത്യത്തിൽ ശരിക്കും സർപ്രൈസായി പോയത് അഥർവാണ്. അവനും ഇരു കൈകൊണ്ടും അവളെ ചേർത്ത് പിടിച്ചു പതിയെ അവളുടെ തലയിലൂടെ ഒന്ന് തഴുകി വിട്ടു. ഇനി മുതൽ നമ്മൾ ജീവിക്കാൻ പോകുന്നത് ഒരു പുതിയ ജീവിതമാണ്. അവിടെ നമ്മളും നമ്മുടെ സന്തോഷങ്ങളും മാത്രം മതി കൂട്ടിന്.
കേട്ടല്ലോ? ഞാനും ആര്യൻകുട്ടനും അമ്മയും അച്ഛനും താനും പിന്നെ ഒന്ന് നിർത്തി ഒരു ചിരിയോടെ മറ്റെന്തോ ഓർത്തു അഥർവ്. ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി. നമ്മൾ മാത്രമുള്ള സന്തോഷമുള്ള നമ്മുടെ കുടുംബം, അത് മതി. ശ്രീനന്ദ അവനെ നോക്കി തലകുലുക്കിയതു. അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തുകൊണ്ട് നെറുകയിലേക്കൊന്ന് ചുണ്ട് ചേർത്തു. ഇരു കണ്ണുകളും ഇറുക്കിയടിച്ച് അവൾ അവന്റെ ആ ചുംബനം സ്വീകരിച്ചു. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ, നിന്ന് വട്ടം ചുറ്റി തിരിയാതെ വേഗം പോയി ഫ്രഷായി താഴേക്ക് ചെല്ല്. അമ്മ കോഫി ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അതും കുടിച്ച് വന്ന ശേഷം ഇവിടെ ഇരുന്ന് പഠിച്ചോണം, കേട്ടല്ലോ? അഥർവ് ചെറിയ കുട്ടിയോട് കാര്യം പറഞ്ഞു കൊടുക്കും പോലെയാണ് ശ്രീനന്ദയോട് സംസാരിക്കുന്നത്. അതിനു മറുപടിയായി അവൾ തല കുലുക്കിയതേയുള്ളൂ. നന്ദേ, താൻ ഓക്കെ അല്ലേ? അഥർവ് പിന്നെയും എടുത്തു ചോദിച്ചു. ഓക്കെ ആണേട്ടാ, ഒരു കുഴപ്പവുമില്ല. നിറഞ്ഞ ചിരിയോടെ അവൾ പറഞ്ഞതും അവൻ പതിയെ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ശ്രീനന്ദ വേഗം തന്നെ ഫ്രഷായി താഴേക്ക് ഇറങ്ങിച്ചെന്നു. അവൾക്ക് വേണ്ടിയുള്ള കോഫിയും സ്നാക്സും എല്ലാം ഇന്ദിര അപ്പോഴേക്കും ടേബിളിലേക്ക് കൊണ്ടുവച്ചിരുന്നു. ഇപ്പോഴെങ്ങനെയുണ്ട് മോളെ? ആശ്വാസം തോന്നുന്നുണ്ടോ? പെട്ടെന്ന് ഇന്ദിര ചോദിച്ചതും ശ്രീനന്ദ അവരെ നോക്കി. മോളുടെ തലവേദന കുറവുണ്ടോന്ന് അമ്മ ചോദിച്ചേ. ഇപ്പൊ നല്ല ആശ്വാസം ഉണ്ടമ്മേ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇതെടുത്ത് കുടിച്ചിട്ട് വേഗം പോയിരുന്നു പഠിക്ക്. എക്സാമൊക്കെ വരാൻ പോവല്ലേ? ഇന്ദിര കരുതലോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അതേ സമയത്തായിരുന്നു അഥർവ് ഫ്രഷായി ഇറങ്ങി വന്നത്. ഒരു കപ്പ് കോഫിയും എടുത്ത്. സാധാരണ ലിവിംഗ് റൂമിൽ പോയിരിക്കാറുള്ള അവൻ അന്ന് പതിവിന് വിപരീതമായി ശ്രീനന്ദയ്ക്ക് എതിർവശത്തുള്ള ചെയറിൽ തന്നെ ഇരുന്നു. അവളുടെ ഉള്ളിലെ പിടപ്പ് വീണ്ടും ഉയർന്നു. അഥർവിന്റെ നോട്ടം. ഇന്ദിര കോഫിയും കൊണ്ടുവച്ച് ആര്യൻകുട്ടന്റെ അടുത്തേക്ക് പോയതുകൊണ്ട് തന്നെ ഇതൊന്നും അവർ കണ്ടിരുന്നില്ല. അപ്പോഴാണ് മാധവൻ പുറത്തുനിന്ന് അകത്തേക്ക് കയറി വന്നത്. ഒന്ന് ചുമച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരുന്ന മാധവനെ കണ്ടതും ഇരുവരും പെട്ടെന്ന് തങ്ങളുടെ നോട്ടം മാറ്റി. സ്വാഭാവികമായ രീതിയിൽ തന്നെ ഇരുന്നു. എങ്ങനെയുണ്ട് മോളെ തലവേദന? അമ്മ പറഞ്ഞു മോൾക്ക് തലവേദനയാണെന്ന്. ഇപ്പൊ കുറവുണ്ടച്ചാ, ശ്രീനന്ദ സ്നേഹത്തോടെ മാധവനോട് പറഞ്ഞു. മാധവൻ അഥർവിനെ അടുത്തേക്ക് വിളിച്ചു. അഥർവ്, നീ ഒന്ന് വന്നേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. കാര്യം മനസ്സിലാവാതെ അഥർവ് മാധവനൊപ്പം അവരുടെ റൂമിലേക്ക് ചെന്നു. മോനെ, നമ്മൾ അവിടെ ഒരു ഒരേക്കർ പ്രോപ്പർട്ടി വാങ്ങാനായി പ്ലാൻ ചെയ്തില്ലായിരുന്നു? അതെ, എന്താ അച്ഛാ? എടാ, അതിന്റെ രജിസ്ട്രേഷൻ പെട്ടെന്ന് നടത്താമോന്ന് ആ ബ്രോക്കർ എന്ന് വന്ന് ചോദിച്ചു. പെട്ടെന്നെന്ന് പറയുമ്പോ എത്ര സാവകാശം കിട്ടുവച്ചാ? മാക്സിമം ഒരു 2 ആഴ്ച, അതിനുള്ളിൽ വേണം. അഥർവ് ആലോചനയോടെ അല്പനേരം ഇരുന്നു. ആ, അവരോട് ഓക്കെ പറഞ്ഞോളൂ അച്ഛാ. 2 ആഴ്ചക്കകം തന്നെ എന്തായാലും രജിസ്ട്രേഷൻ നടത്താം. നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് കിടക്കുന്ന പ്രദേശമല്ലേ, എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ നടത്തുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ വില കൂട്ടി പറഞ്ഞ് മറ്റാരെങ്കിലും വാങ്ങിയാലോ? അഥർവ് ആലോചനയോടെ പറഞ്ഞതും മാധവനും തോന്നി അത് തന്നെയാണ് ശരിയെന്ന്. അഥർവ് അച്ഛനോട് സംസാരിച്ച് തിരികെ ഇറങ്ങി വരുമ്പോഴേക്കും ശ്രീനന്ദ മുകളിലെ മുറിയിലേക്ക് പഠിക്കാനായി കയറിപ്പോയിരുന്നു. ബുക്കും തുറന്നു വെച്ച് അല്പനേരം ആലോചനയോടെ ഇരുന്നു അവൾ. ഇന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളെയും വീണ്ടും മനസ്സിലേക്ക് ഓർത്തെടുത്തു. ശേഷം കണ്ണുകൾ ഇറുക്കിയടച്ച് തലയൊന്നു കുടഞ്ഞ് എന്നേക്കുമായിട്ട് ആ ഓർമ്മകളെല്ലാം കാറ്റിൽ പറത്തി വിട്ടു അവൾ. പിന്നെ നിറച്ചിരിയോടെ ബുക്കിലേക്ക് നോക്കി. പതിയെ പഠിച്ചു തുടങ്ങി. വല്ലാത്തൊരു ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക് ആ നിമിഷം. അവളുടെ മനസ്സിലെ സന്തോഷം മുഴുവനും മുഖത്ത് പ്രകടമാകുന്നുണ്ടായിരുന്നു. അതവളുടെ പഠനത്തെയും നല്ല രീതിയിൽ തന്നെ ബാധിച്ചു. പെട്ടെന്ന് ഓരോ കാര്യങ്ങളായി പഠിച്ചു തീർത്തു അവൾ. ആവേശത്തോടെ പഠിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ സമയം പോയതൊന്നും അറിഞ്ഞതേയില്ല. ഏകദേശം 8 മണിയോടടുത്തിരുന്നപ്പോൾ ഇന്ദിര അഥർവിനടുത്തേക്ക് ചെന്നു. മോനെ, പോയി ശ്രീനന്ദയെ വിളിച്ചോണ്ടു വാ, എന്നിട്ട് ആഹാരം കഴിക്ക്. ഇന്ദിര പറഞ്ഞത് പ്രകാരം അഥർവ് നേരെ മുകളിലേക്ക് പോയി. അവൻ ഡോറ് പകുതിയെ തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ശ്രീനന്ദ ഇരുന്ന് പഠിക്കുന്നതായിരുന്നു. പിന്നെ അവളെ ശല്യം ചെയ്യാതെ അവൻ താഴേക്ക് ഇറങ്ങി വന്നു. എന്തു പറ്റി അഥർവ്? ശ്രീനന്ദയെ വിളിച്ചില്ലേ? അഥർവ് ഒറ്റയ്ക്ക് താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടതും ഇന്ദിര ചോദിച്ചു. അമ്മേ, നന്ദ പഠിക്കുവാണ്. ഞാൻ കരുതി അയാളെ ശല്യപ്പെടുത്തണ്ട, കുറച്ചു നേരം കൂടി ഇരുന്ന് പഠിക്കട്ടെ എന്ന്. അപ്പൊ ആഹാരമോ? അതിനിപ്പോ എന്താ, 1/2 മണിക്കൂർ കഴിഞ്ഞായാലും ആഹാരം കഴിക്കാവുന്നല്ലേ ഉള്ളൂ. തൽക്കാലം അമ്മയും അച്ഛനും ആര്യൻകുട്ടനും കൂടി കഴിച്ചു. നന്ദ വരുമ്പോ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ചോളാം. അഥർവ് പറഞ്ഞതും ഇന്ദിര ചിരിയോടെ ഡൈനിങ് ടേബിളിലേക്ക് നടന്നു. ആര്യൻ ആഹാരം വാരിക്കൊടുത്തുകൊണ്ട് ഇന്ദിരയും കഴിച്ചു. ആ സമയത്രയും അഥർവ് ലിവിംഗ് റൂമിലിരുന്ന് ക്രിക്കറ്റ് കാണുവാണ്.
അവരെല്ലാവരും കഴിച്ചെഴുന്നേറ്റതിന് ശേഷം സമയം ഏകദേശം 9 മണിയോടടുത്തപ്പോൾ ആദർവുമെല്ലാം റൂമിലേക്ക് പോയി. ശ്രീനന്ദ ബുക്കുകളൊക്കെ അടിച്ചുവെച്ച് താഴേക്ക് ഇറങ്ങി വരാനായിട്ടുള്ള ശ്രമമായിരുന്നപ്പോൾ പെട്ടെന്ന് അഥർവിനെ കണ്ടത്. അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു. വിശപ്പൊന്നും ഇല്ലേ തനിക്ക്? ഞാൻ കുറച്ചു മുമ്പ് നോക്കിയപ്പോ താൻ നല്ല പഠിത്തമായിരുന്നു. പിന്നെ അതുകൊണ്ടാ ഞാൻ വിളിക്കാതിരുന്നത്. വാ, ആഹാരം കഴിക്കാം. അഥർവ് വിളിച്ചതും ശ്രീനന്ദ അവന് പിന്നാലെ താഴേക്ക് നടന്നു. അഥർവ് അവൾക്ക് മുമ്പിലേക്ക് ഒരു പ്ലേറ്റ് എടുത്തു വെച്ചു. ശേഷം അവനു വേണ്ടിയും ഒരു പ്ലേറ്റ് വെച്ചു. അമ്മയൊക്കെ എവിടെ? ശ്രീനന്ദ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. അമ്മയൊക്കെ നേരത്തെ കഴിച്ചു. അമ്മയ്ക്കും അച്ഛനും ഗുളികയും മരുന്നൊക്കെ ഉള്ളതല്ലേ. ശോ, ഏട്ടൻ എന്നെക്കുറിച്ച് നേരത്തെ വിളിക്കേണ്ടതായിരുന്നു. അതിനിപ്പോ എന്താ? താൻ തനിക്ക് വിശക്കുമ്പോ വന്ന് ആഹാരം കഴിച്ചാൽ മതി. ഇവിടെ എല്ലാവരും ഒപ്പുവരുന്ന ആഹാരം കഴിക്കണമെന്ന് അച്ഛന് നിർബന്ധമൊക്കെയുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനൊന്നുമില്ല. താൻ പഠിക്കുന്ന കുട്ടിയല്ലേ. പഠിത്തമൊക്കെ കഴിഞ്ഞ് സാവധാനം വന്ന് ആഹാരം കഴിച്ചാൽ മതി കേട്ടോ. പഠിക്കാൻ തോന്നുമ്പോഴല്ലേ നമുക്ക് പഠിക്കാൻ പറ്റൂ. അധ്രുവ് പറഞ്ഞതും ശ്രീനന്ദ ചിരിയോടെ തലകുലുക്കിക്കൊണ്ട് കാസറോളിൽ നിന്ന് ഒരു ചപ്പാത്തി എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചു. അതിനു മുകളിലേക്ക് അല്പം കറി ഒഴിക്കുന്നോളെ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് നോക്കിയിരുന്നു പോയി അഥർവ്. ശ്രീനന്ദയുടെ നോട്ടം അറിയാതെ അവനിലേക്ക് നീണ്ടു. എന്തുപറ്റി? അവൾ പുരുകുയർത്തി ചോദിച്ചു. അത് കൊള്ളാം. ഈ ഒരു ചപ്പാത്തിയാണോ താൻ കഴിക്കുന്നത്? ആര്യൻകുട്ടൻ കഴിക്കുമല്ലോ 2 ചപ്പാത്തി. നോക്ക്, ആഹാരകാര്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. അതും പറഞ്ഞുകൊണ്ട് അഥർവ് കാസറോളിൽ നിന്നും ഒരു ചപ്പാത്തി കൂടി എടുത്ത് അവളുടെ പ്ലേറ്റിലേക്ക് വെച്ചു. ഇത് മുഴുവൻ കഴിച്ചിട്ട് വേണം ഇവിടെ എഴുന്നേൽക്കാൻ. സ്നേഹത്തോടെ ഒരു താക്കീതും നൽകി അവൾക്ക്. ശ്രീനന്ദയ്ക്ക് ഇതൊക്കെ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. ഒരാള് തന്നെ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കുന്നതും തന്റെ കാര്യങ്ങളിൽ കരുതലോടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതുമൊക്കെ. അവളുടെ കണ്ണിൽ സന്തോഷമല്ല തല്ലേ. അതേസമയം അടുക്കളയിൽ നിന്ന് അവൾക്ക് കുടിക്കാനുള്ള വെള്ളം നിറഞ്ഞ ജഗ്ഗുമായി വരാൻ തുടങ്ങിയ ഇന്ദിര ഒരു വേള അഥർവിന്റെ ആ കരുതലും സ്നേഹവും കണ്ട് അവിടെ തന്നെ നിന്നുപോയി. പിന്നെ പതിയെ തിരിഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അഥർവിനു വേണ്ടി ശ്രീനന്ദയെ ആലോചിച്ചപ്പോ ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല ഇത്ര വേഗം അവരിരുവരും പരസ്പരം അടുക്കുമെന്ന്. ഇന്ദിരയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. താനൊരു പക്ഷേ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷം ഇതായിരിക്കുമെന്നവർ മനസ്സുകൊണ്ട് ഓർത്തുപോയി. പിന്നെ അവർ കഴിച്ചു കഴിയാറായപ്പോഴാണ് ഇന്ദിര ജഗ്ഗുമായി അവിടേക്ക് ചെന്നത്. 2 ഗ്ലാസുകൾ നിരത്തിവെച്ച് അതിലേക്ക് വെള്ളം പകർന്ന് ഇരുവർക്കും അടുത്തേക്ക് വെച്ചുകൊടുത്തു അവർ. മോളെ, ഇന്നിനി പഠിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. കിടന്നുറങ്ങിക്കോ. നല്ല ക്ഷീണമുണ്ട്. മുഖം കണ്ടാൽ തന്നെ അറിയാം, ഇന്ദിര അവളോട് പറഞ്ഞു. അതേസമയം മുകളിൽ നിന്ന് സ്റ്റോറി ബുക്കുമൊക്കെ എടുത്ത് താഴേക്ക് വരുന്ന ആര്യൻകുട്ടനെ അഥർവ് കണ്ണു ചുരുക്കി ഒന്ന് നോക്കി. അച്ഛാ, ഞാനിന്ന് അച്ഛമ്മയുടെ കൂടെയാണേ. ആര്യനത് പറഞ്ഞതും ശ്രീനന്ദയുടെ മുഖത്ത് പരിഭവം. ദേ നോക്ക്, ആന്റിക്ക് സങ്കടായി. ആര്യൻകുട്ടൻ അച്ഛമ്മയുടെ കൂടെ കിടക്കുമായിരുന്നു പറഞ്ഞപ്പോൾ അഥർവ് ആര്യനെ നോക്കി. ഞാൻ എല്ലാ ദിവസവും ആന്റിയുടെ അച്ഛന്റെയും കൂടിയല്ലേ കിടക്കുന്നേ. ഇന്നെനിക്ക് അച്ഛമ്മയുടെ സ്റ്റോറീസ് കേട്ട് വേണം ഉറങ്ങാൻ. അതും പറഞ്ഞ് അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ആ കുഞ്ഞു ചക്കൻ ഇന്ദിരയുടെയും മാധവന്റെയും റൂമിലേക്ക് കയറിപ്പോയപ്പോ ഒരു കള്ളച്ചിരിയോടെ അവന് പിന്നാലെ റൂമിലേക്ക് നടന്നു ഇന്ദിര. അഥർവ് അർത്ഥം വെച്ച് ശ്രീനന്ദയുടെ കണ്ണുകളിലേക്ക് നോക്കിയതും അവൾ ആ നോട്ടം നേരിടാനാവാതെ മുഖം വെട്ടിച്ചു കളഞ്ഞു. ഇരുവരും കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങളുമായി ശ്രീനന്ദ അടുക്കളയിലേക്ക് നടന്നു. കൈ കഴുകിയിട്ടും അഥർവ് അവിടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. പിന്നെ കുറച്ചു സമയം കൂടി അവിടെ നിന്ന ശേഷം അവൻ പതിയെ മുകളിലേക്ക് നടന്നു. പാത്രമൊക്കെ കഴുകി വെച്ച് ശ്രീനന്ദ ലിവിംഗ് റൂമിൽ ആലോചനയോടെ ഇരിക്കുകയാണ്. അഥർവിനടുത്തേക്ക് ചെല്ലുന്നതോർക്കുമ്പോൾ അവൾക്കുള്ളില് പൂമ്പാറ്റകൾ ചിറകിട്ടടിച്ചുയരുന്നതുപോലെയാണ് ഒരു തോന്നലുണ്ടായത്. അതേസമയം വെള്ളം എടുക്കാനായിട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഇന്ദിര കാണുന്നത് ആലോചനയോടെ ലിവിംഗ് റൂമിലിരിക്കുന്ന ശ്രീനന്ദയാണ്. എന്തുപറ്റി? മോള് കിടന്നില്ലേ? അതേ സമയം 10 പോകുന്നു. അവർ പറഞ്ഞതും ശ്രീനന്ദ പെട്ടെന്ന് ഇന്ദിരയെ നോക്കി. കിടക്കാൻ പോവാമ്മേ. ഞാൻ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ചിരുന്നു പോയി. അവൾ പറഞ്ഞു. സമയം കളയണ്ട, ചെന്ന് കിടന്നോളൂ. ഇന്ദിര അതും പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടത് എന്തൊക്കെയോ ആലോചനകളോടെ മുകളിലേക്കുള്ള പടി കയറിപ്പോകുന്ന ശ്രീനന്ദയാണ്. അവർക്ക് കാര്യം പിടികിട്ടി. പക്ഷേ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നുമില്ലാതെ അവർ മുറിയിലേക്ക് കയറി വന്നു. അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ ഇടയ്ക്ക് കിടക്കുകയാണ് ആര്യൻകുട്ടൻ. അവന് കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മാധവൻ. ഒരു വരി കഥ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ
അവന് 100 കൂട്ടം സംശയങ്ങളാണ്. അതെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് മാധവൻ അവനെ ചേർത്ത് പിടിച്ചു കിടന്നു. പതിയെ ആര്യൻകുട്ടൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ശ്രീനന്ദയാണെങ്കിൽ മുറിയുടെ വാതിൽക്കൽ എത്തിയിട്ടും അകത്തേക്ക് കയറാതെ താളം ചവിട്ടി അവിടെ തന്നെ നിൽക്കുകയാണ്. ഒരു വേള അവൾ വരുന്നില്ലേ എന്ന് പുറത്തേക്ക് കതകിന്റെ വിടവിലൂടി കണ്ണെത്തിച്ചു നോക്കി അഥർവ് കണ്ടത് അവൾ മുറിയുടെ വാതിൽക്കൽ നിൽക്കുന്നതാണ്. അവൻ പെട്ടെന്ന് എന്ന് വാതിൽ വലിച്ചു തുറന്ന് ശ്രീനന്ദയെ അകത്തേക്ക് കയറ്റിയ ശേഷം വാതിലടിച്ച് ഡോറ് ലോക്ക് ചെയ്തു. എന്തേ അകത്തേക്ക് കയറാൻ ഇത്ര താമസം? അഥർവ് ചോദിച്ചതും ശ്രീനന്ദ മെല്ലെ അവനിൽ നിന്നും അടർന്നു മാറാൻ ശ്രമിച്ചു. അഥർവിന്റെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കി അവനോട് ചേർത്ത് പിടിച്ചു. എന്തുപറ്റി? ഇന്ന് നമ്മളവിടെ പോയി വന്ന ശേഷമാണല്ലോ നന്ദയ്ക്ക് ഈ മാറ്റങ്ങളൊക്കെ. അഥർവ് കള്ളച്ചിരിയോടെ ചോദിക്കുമ്പോൾ ശ്രീനന്ദയുടെ മുഖം വീണ്ടും ചുവന്നു. അയ്യോ, ഇതെന്തു പറ്റി? അതും പറഞ്ഞുകൊണ്ടവൻ അവളുടെ മുഖത്തെ ചുവപ്പിലേക്ക് വിരൽ തൊട്ടു. പഞ്ഞി പോലുള്ള അവളുടെ കവിളിൽ അവന്റെ വിരൽത്തുമ്പ് പതിഞ്ഞതും ശ്രീനന്ദ പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. ഇരുവരുടെയും നോട്ടങ്ങൾ തമ്മിൽ കുരുത്തു. അഥർവ് അവളുടെ മുഖം മെല്ലെ തന്റെ നെഞ്ചിലേക്ക് ചേർത്തു വെച്ചു. മെല്ലെ മൃദുവായി അവളുടെ ചുമലിൽ തട്ടിക്കൊടുത്തു. താൻ കിടന്നോളൂ, നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. അവനതും പറഞ്ഞ് അവളെ അവളിൽ നിന്ന് അകന്നു. അഥർവ് ഒരു വശത്തേക്ക് കിടന്നപ്പോ ശ്രീനന്ദ ചുവരിലേക്ക് ചേർന്ന് കിടന്നിരുന്നു. ഇരുവർക്കും ഇടയിൽ പതിവ് പോലെ ആര്യൻകുട്ടന് വേണ്ടിയുള്ള സ്ഥലം അങ്ങനെ കിടന്നു. കുറച്ച് സമയങ്ങൾ അങ്ങനെ കിടന്ന ശേഷം അഥർവ് മുഖം തിരിച്ചു നോക്കി. ഒരു വേള നന്ദ അവനെയും നോക്കി. ഇരുമിഴികളും കോർത്തപ്പോൾ നന്ദയുടെ അടിവേറിൽ ഒരു അലവന്ന് പുലുക്കിയ പോലെ. ആ അരണ്ട വെളിച്ചത്തിൽ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുന്തോറും അവനും മറ്റെന്തൊക്കെയോ ഭാവം. അതിൽ അവളോടുള്ള പ്രണയം തുളുമ്പി നിന്നു. അഥർവ് തന്റെ വലങ്കൈ നീട്ടിവെച്ചു കൊണ്ടുവന്ന് ഒന്ന് തിരിഞ്ഞു വന്നതും നന്ദയുടെ നെഞ്ചെടുപ്പ് വല്ലാണ്ട് കൂടിയിരുന്നു. വാടോ, അവൻ വിളിച്ചതും പെണ്ണവളൊന്ന് ചുരുണ്ടുകൂടി. പെട്ടെന്നുള്ള നീക്കമായതിനാൽ ഇരുവരും ഒന്ന് പകച്ചു പോയിരുന്നു. അവന്റെ നോട്ടം നേരിടാനാവാതെ ശ്രീനന്ദ ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു കളഞ്ഞു. അഥർവ് ഇരു കൈകൾ കൊണ്ടും അവളെ ചുറ്റിപ്പിടിച്ച് മെല്ലെ അവളുടെ ചുമലിൽ തട്ടിക്കൊടുത്തു. ശ്രീനന്ദ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി അഥർവിന്റെ നെഞ്ചിലെ ചൂടും പറ്റി കിടന്നു. അതെ, കിടന്നുറങ്ങാൻ നോക്ക്, നേരം വെളുക്കാറായിട്ടോ. അവൻ ശബ്ദം ഉയർത്തിയതും നന്ദ മിഴികൾ ഇറുക്കിയടിച്ചു. അന്നേ ദിവസമാണ് അവൾ അത്രയും ശാന്തമായി കിടന്നുറങ്ങുന്നത്. എല്ലാ ദിവസവും അവളെ വരിഞ്ഞു മുറുക്കുന്ന ചിന്താഭാരങ്ങളോ ദുഃഖങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തെളിഞ്ഞ മനസ്സോടെ ശാന്തമായ ഒരു ഉറക്കം. ഏറെ നാളുകൾക്ക് ശേഷം അഥർവും സമാധാനമായിട്ട് ഉറങ്ങി. തുടരും.